ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ പീഠാനുഭവങ്ങളുടെ നാളുകളിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. സഹനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും തീക്ഷ്ണതയിൽ ഒരു നോമ്പുകാലം കൂടി. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. മത്തായി 6:17-18 വാക്യങ്ങൾ. നോമ്പുകാലം പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കാലമാണ്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. മത്തായി 6:6. പ്രാർത്ഥനയും ഉപവാസവും നമുക്ക് നൽകുന്ന ശക്തികൾ എന്തൊക്കെയാണ്? പിശാച് ഏറ്റവും ഭയപ്പെടുന്നത് നമ്മുടെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥനയെയാണ്. ശ്രദ്ധയില്ലാതെ പ്രാർത്ഥിക്കാനിരിക്കുന്നത് അവന് വിഷയമല്ല. കാരണം പ്രാർത്ഥനാ സമയത്ത് സാത്താൻ നമ്മിൽ പല പല ചിന്തകൾ കടത്തിവിടുന്നു. എന്നാൽ ഒരു വ്യക്തി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നത് അവന് വിഷയമാണ്. ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന പിശാചിനെ തകർക്കും. യാക്കോബ് 5:16 പറയുന്നു, നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ല എന്ന് യേശു പറയുന്നു. അതിനാൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും സാത്താനെ തുരത്താം. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിൽ കീഴെ പാർക്കാം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിനെയും അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിനെ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. 91 സങ്കീർത്തനം 10:12. സാത്താനെ ജയിക്കുവാനുള്ള പല കാര്യങ്ങളും യേശു തൻ്റെ ഗിരിപ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉപവാസവും പ്രാർത്ഥനയും. ജീവിതത്തിൽ നമ്മിൽ ഒളിഞ്ഞിരിക്കുന്ന 3 പാപങ്ങളുണ്ട്. 1 അഹങ്കാരം, 2 മോഹം, 3 അത്യാഗ്രഹം. ഇവയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിവ. ഈ 3 പാപങ്ങളെ അതിജീവിക്കുവാൻ നാം യേശുവിന്റെ ക്രൂശുമരണം വഴി നമുക്ക് സൗജന്യമായി ലഭിച്ച രക്ഷയെ പ്രാപിക്കണം. ഈ പാപങ്ങൾ മനുഷ്യരിൽ കൊണ്ടുവരുവാൻ സാത്താൻ പരമാവധി ശ്രമിക്കും. കർത്താവിനെ പോലും ഈ പാപങ്ങളിൽ വീഴ്ത്തുവാൻ പരിശ്രമിച്ച തന്ത്രശാലിയാണ് സാത്താൻ. എന്നാൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ദൈവഭക്തരെ യഹോവയുടെ ദൂതന്മാർ പാളയമിറങ്ങി സംരക്ഷിക്കുന്നു. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ നമ്മെ മറയ്ക്കും. പാറമേൽ നമ്മെ ഉയർത്തും. ഈ സൗഭാഗ്യത്തിനായി നമുക്ക് ദൈവമുൻപാകെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ശ്രദ്ധയോട് കൂടിയതും രഹസ്യത്തിലുള്ളതുമായിരിക്കട്ടെ. രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ പിതാവ് നമുക്ക് പ്രതിഫലം തരട്ടെ. നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും അത്തരത്തിലുള്ളതാവട്ടെ. ഈ നോമ്പുകാലം ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ആക്കി തീർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.